നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഇന്ന് ഞാൻ സെറ്റപ്പ് ഒന്നും ചെയ്യാൻ നിന്നില്ല. ഓക്കെ, ഇത് എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ ഇങ്ങനെ തന്നെ വെച്ചു. ഓക്കെ, ലെറ്റ്സ് സീ. അധികം ലോങ് ആവില്ല. ഇന്നത്തെ റീഡിങ് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ അല്പം ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ചെറിയ റീഡിങ്, ക്വിക്ക് റീഡിങ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വെക്കുന്നത് ആൻഡ് ആക്ച്വലി നിങ്ങൾക്ക് അഡ്വൈസ് എടുക്കണം എന്നെനിക്കുണ്ടായിരുന്നു. ബട്ട് ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ് കൂടി ലാസ്റ്റ് കുറച്ച് പറയാം. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്നത്? അപ്പോൾ അത് നോ കോണ്ടാക്ട് ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം, ബ്ലോക്ക്ഡ് ആയിരിക്കാം. ചിലപ്പോൾ കോണ്ടാക്ട് ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണ് നോക്കാം. ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്നത് ടെത്തർ, ഫോർബിഡൻ, റിവെഞ്ച്, യൂണിയൻ. ഓക്കെ, ചിൽഡ്രൻ കാണുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് അവരൊരു ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു അകൽച്ച? triggers and ഓക്കെ, കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമെന്ന് വിചാരിച്ചു ഞാൻ. ഓക്കെ, ഇവിടെ മെയിൻലി എനിക്ക് കാണുന്നത് കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയിൽ പോയി കാണാം. ഓക്കെ, അതായത് ഒരു ഫ്ലേട്ടിങ്, യെസ്, ഒരു ഫ്ലേട്ടിങ് അല്ലെങ്കിൽ ഒരു വേറൊരു ബന്ധം. ഓക്കെ, അവർ പോയി കാണാം. കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല. ഓക്കെ, സോ ഇവിടെ ആ തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളോട് റിവെഞ്ച് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, റിവെഞ്ച് എന്ന് പറയുമ്പോൾ അതായത് നിങ്ങളുണ്ട് എന്നറിഞ്ഞിട്ട് തേർഡ് പാർട്ടി ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻ, ഞാൻ കുറച്ച് സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കാം. കുറച്ച് പേർക്ക് ഗോസിപ്പ് കാണുന്നുണ്ട് ഇവിടെ. ആദ്യം തന്നെ ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിലപ്പോൾ ആരെങ്കിലും ഗോസിപ്പ് ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലുമൊക്കെ റൂമേഴ്സ് പറഞ്ഞു വരുത്തുക. ഓക്കെ, മേ ബി ഓഫീസിൽ റൂമേഴ്സ് പറഞ്ഞു വരുത്തുക, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും റൂമേഴ്സൊക്കെ വരിക, നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറയുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരെങ്കിലും, റിവെഞ്ചും ആക്ച്വലി ഉണ്ട് ഇവിടെ. സോ ആരെങ്കിലും നിങ്ങളുടെ എതിരെ, നിങ്ങളുടെ പേഴ്സണിനോട് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. നിങ്ങളോട് ചിലപ്പോൾ അവരെ പറ്റി എന്തെങ്കിലും തെറ്റായിട്ട് പറയുന്നുണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങളും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അഗൈൻ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ പോയി കാണാം. ഫ്ലർട്ടിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, സോ അത് നിങ്ങൾ അറിഞ്ഞു കാണും. ഓക്കെ, അത് അറിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം വന്നതായിരിക്കാം. സോ അതുകൊണ്ടും ആയിരിക്കാം ചെറിയൊരു അകൽച്ച കാണുന്നത് ഇവിടെ. ഇവിടെ ഡിനയൽ കാണുന്നുണ്ട്. സോ ഇവിടെ എവിടെയോ നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ സാധാരണ എങ്ങനെയാണ് നമ്മൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ ശ്രമിക്കും, അല്ലേ? പക്ഷെ ഇവിടെ പേഴ്സൺ അതിന് തയ്യാറല്ല. അവരവരെ തെറ്റ് സമ്മതിക്കാൻ തയ്യാറല്ല. അല്ലെങ്കിൽ കാരണം അത് വേറൊന്നുമല്ല, അവർക്ക് അറിയാം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നവർക്ക് അറിയാം. പക്ഷെ അവരത് നിങ്ങളോട് സംസാരിക്കാനോ അതിനെ തിരുത്താനോ അല്ലെങ്കിൽ മാറ്റാനോ അവർ ശ്രമിക്കുന്നില്ല എന്ന രീതിക്കാണ്. അത് വേറൊന്നുമല്ല, അവോയ്ഡ് ചെയ്ത് നടക്കുകയാണ്, അത്രയേ ഉള്ളൂ. അത് ഫേസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയാണ്. കുറ്റബോധം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതും. ആൻഡ് അത് മാത്രമല്ല, ഇവിടെ ചിൽഡ്രൻ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അഗൈൻ ഇവിടെ ഫാമിലി, ഇപ്പോൾ അവർ സപ്പോസ് തേർഡ് പാർട്ടി, അവർ മാരീഡ് ആണെങ്കിൽ, തേർഡ് പാർട്ടീസ് ഉണ്ടെങ്കിൽ, അങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ കുട്ടികളുണ്ട് എന്ന രീതിക്കായിരിക്കാം. കുറച്ച് പേർക്ക് കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൊണ്ട് നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ആക്ച്വലി കുറച്ച് നിങ്ങളുടെ പേഴ്സൺ ഇമ്മച്യൂർ ആണെന്നും പറയാം. അവർക്കൊരു മെച്യൂരിറ്റി ഇല്ല. എനിക്ക് പ്രായം എത്ര ഉണ്ടെങ്കിലും ശരി, 10, 40, 50 ആയാലും ശരി. പക്ഷേ ചിലവരുണ്ട് ഇങ്ങനെ ഒരു മെച്യൂർഡ് ഇല്ലാത്തൊരു ബിഹേവിയർ കാണിക്കുന്നവർ. സോ അങ്ങനെയും ആവാം ഇവിടെ. അഗെയിൻ കുട്ടികളുണ്ടാവാം. അഗെയിൻ പിന്നെ അവരുടെ തന്നെ നേച്ചർ, ഞാൻ പറഞ്ഞ പോലെ കുട്ടികളെ പോലെ ആവാം. കുറച്ച് പേർക്ക് ഇവിടെ
ഇന്നർ ചൈൽഡ് വൂൺസ് ട്രിഗർ ആവുന്നുണ്ട്. കാരണം 2 കാർഡ് നമുക്ക് ചിൽഡ്രൻ ആൻഡ് ഇന്നർ ചൈൽഡ് പറയുന്നുണ്ട്. സോ എവിടെയോ ഇന്നർ ചൈൽഡ് വൂണ്ട് ട്രിഗർ ആവുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, നിങ്ങൾക്കും ആവുന്നുണ്ടാവും, നിങ്ങളുടെ പേഴ്സണിനും ആവുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇന്നർ ചൈൽഡ് വൂൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചില പേടികൾ, അതായത് പേഴ്സൺ എന്നെ വിട്ടു പോകുമോ എന്നുള്ള പേടി, അവർ വേറെ അല്ലെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും, എന്നിട്ട് എന്നെ വിട്ട് വേറെ ആരുടെ പോയാലോ, വേറെ ആരെങ്കിലും ചൂസ് ചെയ്താലോ, പിന്നെ നിങ്ങൾ തനിച്ചായി പോവോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ പേടി കാണും. നിങ്ങളെ നിങ്ങൾക്ക് തന്നെ തോന്നും എന്നിട്ട് എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങളെ തന്നെ നിങ്ങൾ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കും. അവനവൻ്റെ നിങ്ങൾ തന്നെ ലൈക്ക് സ്വയം ഞാൻ പോരാ, ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ നിങ്ങൾ സ്വയം കുറേ ആലോചിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യില്ല, നിങ്ങളെ വേണ്ടാന്ന് വെക്കും എന്ന രീതിക്കൊക്കെ. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ഫിയേഴ്സാണ്. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹം ആഗ്രഹിച്ച് നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അതും ഒരു തരം ഇന്നർ ചൈൽഡ് വൂണ്ടാണ്. കാരണം നിങ്ങൾ അഗൈൻ അപ്പോൾ അത് അബാൻഡൻമെൻറ്റ് വൂണ്ട് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് പേഴ്സൺ നിങ്ങളെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കാരണം നിങ്ങളുടെ തോന്നൽ എന്താ, ഞാൻ അങ്ങോട്ട് കൂടുതൽ പോയാലാണ് ഞാനിങ്ങനെ പുറകെ പോയിക്കൊണ്ടിരുന്ന അവരെന്നെ വിട്ടുപോയില്ല എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തോന്നലായിരിക്കും. ബട്ട് അത് തെറ്റാണ്. ഓക്കെ, സോ അത് നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് വൂൺസ്. ഇതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലും ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ടാവും. അത് വേറെ തരത്തിലായിരിക്കും. അവർക്ക് ഈ സ്നേഹം കിട്ടുമ്പോൾ അവരുടെ ഭാഗത്ത് നമ്മൾ നോർമലി ചേസർ എന്ന രീതിക്കാണ് എനർജി പറയുക. ട്വിൻ ഫ്ലെയിം ആവണമെന്നില്ല, അതിപ്പോൾ എല്ലാ ബന്ധങ്ങളിലും എന്നൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ്. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സണും ചിലപ്പോൾ ഉണ്ടാവുന്നിട്ട് അവർക്ക് ഇങ്ങനെ സ്നേഹം കിട്ടുമ്പോൾ അത് എങ്ങനെ സ്വീകരിക്കണമെന്ന് വെച്ചാൽ അവർക്കറിയില്ല. ഓക്കെ, കാരണം അവരത് അങ്ങനത്തെ ഒരു സ്നേഹം അവർ അനുഭവിച്ച് കാണില്ല. അപ്പോൾ എന്താണ്, ഒരു സീരിയസ് ആയിട്ടൊരു കമ്മിറ്റഡ് ആയിട്ട് ഒരു ബന്ധത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ അവരെ ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ ഇത്രയും കെയറും ഇതൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു സഫോക്കേഷൻ ഫീലിംഗ് വരും. ഓക്കെ, അതുകൊണ്ടാണ് അവർ ഓടിപ്പോകാൻ ശ്രമിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് തോന്നും തെറ്റ് നിങ്ങൾ അവരെ മേലെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കുന്നു എന്ന് തോന്നും. അതായത് അവരിങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ അവർ നിങ്ങളെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ അവർ നിങ്ങളെ എപ്പോഴും വിളിക്കണം, എപ്പോഴും സമയം സ്പെൻഡ് ചെയ്യും. ഇതൊക്കെ അവരുടെ മേലെ ഒരു പ്രഷറായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അത് നിങ്ങൾ തെറ്റായിട്ടല്ല. ഓക്കെ, പക്ഷെ അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്കത് ചെയ്യാൻ സാധിക്കില്ല. അതാണ് അവർക്ക് അങ്ങനെ ഒരു ഫുള്ളി പറ്റില്ല എന്നല്ല, പറ്റും. പക്ഷെ അതിപ്പോൾ അവർ ആ ഇന്നർ ചൈൽഡ് വൂൺസ് അവരുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് അങ്ങനെ അവർ എല്ലാം വിട്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഡോമിനേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, നിങ്ങൾ അവരെ ഭരിക്കാൻ ശ്രമിക്കും എന്ന രീതിക്കൊക്കെ അവർക്ക് തോന്നും. അവരെ സ്നേഹം ശരിക്കും തുറന്ന് നിങ്ങളോട് കാണിച്ചു കഴിഞ്ഞാൽ, അത്രത്തോളം അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഭരിക്കാൻ ശ്രമിക്കും എന്ന് അവർക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ അവരെ പിടിച്ചു വെക്കുമെന്ന് തോന്നും. ഓക്കെ, അങ്ങനെ ഓരോ ഫിയേഴ്സ് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഞാൻ ഇവിടെ എല്ലാം കൂടി കുറച്ച് ചുരുക്കി പറയാൻ ശ്രമിക്കുകയാണ്. സോ നിങ്ങളുടെ ഉള്ളിൽ പലതരത്തിലായിരിക്കും, അവരുടെ ഉള്ളിൽ വേറെ തരത്തിലായിരിക്കും. ഓക്കെ, സോ ഈ ഇന്നർ ചൈൽഡ് വൂൺസ് നിങ്ങളുടെ ഇടയിൽ ട്രിഗർ ആവുന്നുണ്ട്. ഓക്കെ, അതും ഒരു കാരണമാണ് ഈ ഒരു അകൽച്ചയ്ക്ക്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അവരോട് അത്രയും സ്നേഹവും ഇതും കാണിച്ചു പോകുമ്പോൾ അവർക്ക് അതേസമയം അവരുടെ മനസ്സിൽ ചില ട്രിഗേഴ്സ് വരും. ആൻഡ് അവർ നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കാൻ ശ്രമിക്കും. ഓക്കെ, അഗൈൻ അത് മാത്രമല്ലാതെ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ, ഇത് ഇന്നർ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതായത് അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യം, നിങ്ങളുടെ ഉള്ളിലും അവരുടെ ഉള്ളിലും. ഓക്കെ, അതേപോലെ പുറത്തുള്ള മേ ബി തേർഡ് പാർട്ടീസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഗോസിപ്പ് പറഞ്ഞു. ഓക്കെ, നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് പറഞ്ഞു. ഓക്കെ, സോ ഇവിടെ എന്ത് തന്നെയായാലും പേഴ്സൺ ശരിക്കും നിങ്ങളോട് ഫേസ് ചെയ്യാൻ നിൽക്കാതെ മാറിപ്പോവാണ്. അതുകൊണ്ടാണ് അകൽച്ച വരുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ ഓക്കെ നമുക്ക് ആക്ച്വലി യൂണിവേഴ്സ് ലാസ്റ്റ് നമുക്ക് എന്തായാലും ഇവിടെ നല്ല കാർഡ്സ് ഉണ്ട്. ദാറ്റ് നിങ്ങൾ തമ്മിൽ ഓക്കെ എത്ര അകന്നാലും ശരി, എത്ര എവിടെ പോയാലും ശരി, ഓക്കെ എവിടെയോ നിങ്ങളുടെ ഇടയിൽ ആ ഒരു ടെലിപ്പത്തിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നിങ്ങളുടെ മനസ്സുകൾ, നിങ്ങൾ ശരിക്കും സോൾ കണക്ഷൻസ് ആണ് ഇതൊക്കെ. ആ സോൾ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ എവിടെയോ നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലെങ്കിൽ പോലും എവിടെയോ നിങ്ങളുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ട്. ഒരു ടെലിപ്പത്തിക്കലി നിങ്ങൾ തമ്മിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഗെറ്റ് അവേ കാണുന്നുണ്ട്, യൂണിയൻ ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ഒരു യൂണിയൻ വരുന്നുണ്ട്. ഓക്കെ, ആ യൂണിയൻ വരുമെന്ന് തന്നെയാണ്. ഇപ്പോൾ പേഴ്സൺ ഫേസ് ചെയ്യാൻ തയ്യാറല്ല, അതുകൊണ്ട് ചെറിയ അകൽച്ചയൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ ഇത് സിറ്റുവേഷൻ മാറി വരും. നിങ്ങൾ ഒന്നിച്ചൊരു യാത്ര പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കാനൊക്കെ പറ്റും. നിങ്ങൾ ഈവൻ ഒരു റണവേ ടു വെയർ എന്നൊക്കെ പറയുന്നുണ്ട്. സോ പേഴ്സൺ ശരിക്കും നിങ്ങളുമായിട്ടൊരു യൂണിയൻ എന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് കാണുന്നത്. മുന്നോട്ട് സിറ്റുവേഷൻസ് ബെറ്റർ ആവും എന്നാണ്. പക്ഷെ അത് എപ്പോൾ എന്നുള്ളത് ഈ നമ്മൾ പറയില്ലേ ഇന്നർ ചൈൽഡ് ഈ വൂൺസൊക്കെ ഹീലാവുന്നത് എപ്പോഴാണ് അതിനനുസരിച്ചിരിക്കും. സോ അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും പറയുന്നത് നിങ്ങൾ ചേസ് ചെയ്യരുത്, നിങ്ങളെ തന്നെ സ്നേഹിക്കൂ, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കാണൂ എന്നൊക്കെ ഈ കുറേ തവണ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ നിങ്ങൾക്കുള്ള നോക്കട്ടെ. കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, മെസ്സേജസ്, സെൽഫ് വർത്ത്, ടോക്സിറ്റി ആൻഡ് വൺ മോർ കംഫർട്ട് സോൺ. ഓക്കെ, ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അവർക്ക് നിങ്ങളെ വേണം. ഓക്കെ, നിങ്ങളോട് സ്നേഹമുണ്ട്, യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ആൻഡ് ഇവിടെ എവിടെയോ നിങ്ങൾ തമ്മിൽ ആക്ച്വലി ഡിസ്റ്റൻസ്
കണ്ടു. ഇപ്പോൾ ആ ഡിസ്റ്റൻസ് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒന്നിക്കും എന്ന് തന്നെയാണ് പേഴ്സണ്. കാരണം അത്രയും സ്നേഹം ഫീലിങ്സ് ആണ് നിങ്ങളോട്. ഓക്കെ, അത് എവിടെയും പോകാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അവർക്ക് നിങ്ങളോട് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പറയാൻ അതൊന്നും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഇഷ്യൂ ആണ്. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്. അവരുടെ മനസ്സിൽ കൺഫ്യൂഷൻ വരികയാണ്. ഇവിടെ ഇതെന്ത് ബന്ധമാണ്, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്കെന്താ ഇവരെ വിട്ടുപോകാൻ പറ്റാത്ത എന്ന രീതിക്ക് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, മെസ്സേജസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിൽ ഒരു സംസാരം, കോൺവെർസേഷൻ വരും. ഓക്കെ, ഇപ്പോൾ അവർ അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ, നിങ്ങൾ വിട്ടേക്കൂ. ഓക്കെ, നിങ്ങൾ അവരെ പിന്നാലെ പോവാതിരിക്കുക പ്ലീസ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയൂ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുക. എക്സ്പെക്റ്റേഷൻസ് വിട്ട് കളയുക. അവരിങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അവരെന്നോട് വന്ന് സംസാരിക്കണം, അവരെൻ്റെ കൂടെ ഉണ്ടാവും, ഈ എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾ വിട്ട് കളയൂ. ഓക്കെ, അവരെ അൺകണ്ടീഷണലി നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് വെച്ചിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ അത് അതിനു വേണ്ടി അവരെ ചേസ് ചെയ്യാൻ പോകരുത്. നിങ്ങളുടെ ഒരു വില കളഞ്ഞിട്ട് ആരുടെയും പിന്നാലെ പോകരുത് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചില പാറ്റേൺസിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഒന്ന്, യെസ്, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അവരുടെ ഫാമിലി ഉണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടി ആണെങ്കിൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അവരൊരു നെഗറ്റീവ് ഒരു കാര്യത്തിൽ അവർ പെട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതിൽ നിന്ന് അവർ പുറത്ത് വരണം. ഓക്കെ, അതിൽ നിന്ന് അവർ പുറത്ത് വരാൻ അതൊരു കാർമിക് ഫേസ് ആണ്, അവരുടെ ലൈഫിൽ കാർമിക് ഫേസ് ആണ് ഇതൊക്കെ. ഓക്കെ, ആൻഡ് ഇവിടെ കംഫർട്ട് സോൺ സൗത്ത്. ഓക്കെ, ഇത് പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ ചില സമയം ഇവിടെ ഉണ്ടാവുന്നത് ഇന്നർ ചൈൽഡിനെ ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് നിങ്ങളുടെ സ്നേഹം അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് നിങ്ങളോട് ശരിക്കും അത്രയും അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ അവരുടെ ചില കാര്യങ്ങൾ മാറ്റേണ്ടി വരും അല്ലേ. അവരുടെ ഈ ടോക്സിക് അവരുടെ പാറ്റേൺസ് അവർ മാറ്റേണ്ടി വരും. ഓക്കെ, ഫ്ലർട്ടിങ് ആയാലും ശരി, അല്ല അവരുടെ ജസ്റ്റ് എൻജോയിങ്, ഫ്രണ്ട്സുമായിട്ട് എൻജോയിങ്, അവർ ഫ്രീ ആയിട്ട് നടക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത രീതിക്ക് മീൻസ് ഈവൻ മാരീഡ് ആണെങ്കിൽ പോലും ഓക്കെ, അവർക്ക് ആ മാരേജിലൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടത് അവരൊരു സന്തോഷത്തോടെ നിൽക്കുന്ന രീതിക്ക് ആയിരിക്കില്ല. ഓക്കെ, അത് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു അവിടെ നിൽക്കുന്നു എന്ന് മാത്രം. പക്ഷെ എവിടെയോ അവരതിനൊന്നും അങ്ങനെ മനസ്സുണ്ടാവില്ല അതിലൊന്നും. സോ ഇവിടെ പക്ഷേ ഇവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് അത്രയും അറ്റാച്ച്ഡ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും. കാരണം നിങ്ങൾ എവിടെയോ അർഹിക്കുന്നുണ്ട് അതിൽ കൂടുതൽ, അവർ തരുന്നതിൽ കൂടുതൽ നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അവർ നിങ്ങൾക്ക് സമയം തരണം, നിങ്ങൾക്ക് അറ്റൻഷൻ തരണം, കാരണം നിങ്ങൾ അങ്ങോട്ടും ഒരുപാട് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർക്ക് തിരിച്ച് ചെയ്യണമെങ്കിൽ അവർ തന്നെ ഒന്ന് ചേഞ്ച് ആവണം, മാറണം അല്ലേ. പക്ഷെ അവർക്ക് അവരുടെ ഒരു കംഫർട്ട് സോൺ വിട്ട് കളയാൻ അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, അവർ അങ്ങനെ ഹാപ്പി ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, അധികം വലിയ ചിന്തകളൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുക അല്ലേ. ഒരു കമ്മിറ്റ്മെൻറ്റ് രീതിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ എഫേർട്ട് കൊടുക്കേണ്ടി വരും. സോ അത് ചെയ്യാൻ അവർ തയ്യാറല്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, സോ എനിവേ ഇതൊക്കെ മാറി വരും. ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയാം. ഓക്കെ, ഈ പാറ്റേൺസ് എല്ലാം മാറി വരും, ഈ ചേഞ്ചസ് വരും. പക്ഷെ അതിന് അഗെയിൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ട് അത് മാറാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങളെപ്പോൾ നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യാൻ തുടങ്ങുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നു, നിങ്ങളെ തന്നെ കെയർ ചെയ്യാൻ തുടങ്ങുന്നു, നിങ്ങളുടെ വില മനസ്സിലാക്കി നിങ്ങൾ അവരിൽ നിന്ന് ഒരല്പം അകൽച്ച നിങ്ങൾ വെക്കാൻ തുടങ്ങുന്നു, അപ്പോഴേ ആ പേഴ്സണിലും മാറ്റങ്ങൾ വരുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. നമുക്ക് എന്തുകൊണ്ടാണ് അവർ ഡിസ്റ്റൻസ് വെക്കുന്നതെന്ന് കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പറയാൻ ശ്രമിച്ച്. എന്ത് തന്നെ ആയാലും ശരി, ഓക്കെ, നിങ്ങളിവിടെ സെൽഫ് വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. തിരിച്ചു വരും നിങ്ങളുടെ പേഴ്സൺ, എവിടെയും പോവില്ല. നിങ്ങളുമായിട്ട് ഒരു യൂണിയൻ കാണുന്നുണ്ട്. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ടൊരു മുന്നോട്ട് ജീവിതത്തിൽ ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ എന്തായാലും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, പേഴ്സണൽ ചേസ് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി മാറി വരും, അതിനാണ് ഈ പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.